ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ബേബി പൊട്ടറ്റോസ് വെച്ച് നല്ല അടിപൊളിയായിട്ടുള്ളൊരു റോസ്റ്റാണ് ഇന്നത്തെ റെസിപ്പി. ഇത് ചോറിന്, പിന്നെ ചപ്പാത്തി, അതേപോലെ വെറൈറ്റി റൈസിനൊക്കെ നല്ലൊരു സൈഡ് ഡിഷാണ്. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേസമയം കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ. ബേബി പൊട്ടറ്റോ റോസ്റ്റിന് ബേബി പൊട്ടറ്റോസ്, ചെറിയ ഉരുളക്കിഴങ്ങില്ലേ, അതാണ് വേണ്ടത്. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ വലിയ ബേബി പൊട്ടറ്റോസാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അത് രണ്ടായിട്ട് മുറിക്കുക. മുറിച്ച ശേഷം ഒരു 2 വിസിലിന് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. ഒരുപാട് വിസിൽ വെച്ച് ഒരുപാട് വെന്തുടയാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ റോസ്റ്റ് നന്നായിട്ടുണ്ടാവില്ല. അങ്ങനെ ഞാൻ വേവിച്ച് വെച്ചതാണത്. ഇതിൽ തോല് കളഞ്ഞ് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ചെറിയൊരു സൂചി പോലെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിട്ടിട്ട് എല്ലാ പൊട്ടറ്റോസിലും നന്നായിട്ട് പ്രിക്ക് ചെയ്ത് വിടുക. എന്തിനാണ് നമ്മളിങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മസാലയൊക്കെ ഉള്ളിൽ പോയിട്ട് പിടിക്കാനാണ്. കുട്ടികൾക്ക് ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. പിന്നെ അവർ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. എൻ്റെ മക്കളുടെ ഫേവറേറ്റാണ് ഈ റോസ്റ്റ്. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് മുളക് പൊടി ഇടുക. അതിനുശേഷം മല്ലിപ്പൊടി, ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ ഇന്ന് ചേർക്കണത് സാമ്പാർ പൗഡറാണ്. ഇത് വെറൈറ്റി റൈസ് ആയതുകൊണ്ടാണ് സാമ്പാർ പൗഡർ ചേർക്കണത്. ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ ഗരം മസാല പൗഡർ ഇട്ടാൽ കൂടുതൽ നന്നായിരിക്കും. ഉപ്പിട്ട് കൊടുക്കാം. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇടയിൽ ഞാൻ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ടിരുന്നു കേട്ടോ. അതിനുശേഷം കുറച്ച് എണ്ണ ഒഴിക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബേബി പൊട്ടറ്റോസ് ഇടുക. ഇട്ട ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എല്ലായിടത്തും ഒരേപോലെ മസാലകളൊക്കെ പിടിച്ച് കിട്ടണ പോലെ. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അതിലൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാനായിട്ടാണ്. അപ്പോൾ അതാ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ കടുക് ഇടാം. കടുക് നന്നായിട്ട് പൊട്ടി തുടങ്ങുമ്പോൾ ഉഴുന്ന് പരിപ്പിടാം. കുറച്ച് കറിവേപ്പിലയും. ഒന്ന് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് മസാലയിൽ കൂട്ടി ചെയ്ത ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. അങ്ങനെ ഇളക്കി കൊടുത്ത് നമ്മുടെ റോസ്റ്റ് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് പുറം ഭാഗമൊക്കെ. ഇത്തവണ ഈ റോസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ടൊമാറ്റോ റൈസിന് സൈഡ് ഡിഷായിട്ടാണ്. ഈ ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പി കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, കണ്ടു നോക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇത് ഇഷ്ടമാവുമെന്ന് ഉറപ്പുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഓൾ.